ഇന്ന് നമ്മൾ പോകുന്നത് ബുള്ളറ്റിലല്ല, കാറിലാണ്. ഒറ്റയ്ക്കല്ല, ഫാമിലിയോടൊപ്പമാണ്. പോകുന്നിടം ചിറ്റാറാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറി ശാന്തസുന്ദരമായി സ്ഥിതി ചെയ്യുന്ന അതിർത്തി ഗ്രാമമായ ചിറ്റാറിലേക്കാണ്. അവിടുത്തെ പ്രകൃതി ഭംഗിയും കൂടാതെ കുട്ടികളോടൊപ്പം അവിടുത്തെ പുഴയിലൊരു മീൻപിടുത്തവും പിന്നെ പുഴമീൻ ഫ്രൈയും അതെല്ലാം കൂടി ചേർന്ന് പുഴയോരത്തിരുന്ന് ഫുഡ് കഴിച്ച് നമുക്ക് പിരിയാം. വെൽക്കം ടു മല്ലു ട്രാവൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്ന് എന്നത്തെയും പോലെ നമ്മൾ ബൈക്കിലല്ല, ഇന്ന് പോകുന്നത് കാറിലാണ്. കാരണമുണ്ട്, നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കുറേ ദിവസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കായിട്ട് പോയിട്ട് വരുന്നത്. സോ വീട്ടിൽ നിനക്ക് ഒറ്റയ്ക്ക് കണ്ടാൽ മതിയോ, നീ മാത്രം കണ്ടാൽ മതിയോ എന്നെല്ലാവരും ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇന്ന് എൻ്റെ ചേട്ടത്തി ഉണ്ട് കൂടെ. അസീന എന്നാണ് പേര്. പുള്ളിക്കാരി ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. പുള്ളിക്കാരുടെ മകളാണ്. നേരത്തെ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ലേറ്റായത്. ഇപ്പം എണീറ്റു. നിയാന്നാണ് കേട്ടോ പേര്. നീയോ നിച്ചു പേടിച്ചിരിക്കട്ടെ, നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ഉണർന്ന് ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് അവളെ വീണ്ടും കാണിക്കാം. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ജ്യേഷ്ഠനാണ്. എല്ലാമായ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് നിർണായക കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനൊക്കെ കാരണക്കാരനായ, എന്നെ ഒരുപക്ഷെ ഇത്ര ആക്റ്റീവായിട്ട് സംസാരിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു തന്ന, അത് വലിയ കഥയാണ്, ഭാവിയിലൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരാളാണ് പുള്ളി. ടെക്നോ പാർക്ക് നാവിഗൻ്റ് എന്നുള്ള കമ്പനിയിൽ ഇപ്പോൾ മാനേജറാണോ അസിസ്റ്റന്റ് മാനേജറാണ്. വിജുമാക്ക് നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? ഇന്ന് എങ്ങോട്ടാണ് നമ്മുടെ റൂട്ട്? എങ്ങോട്ടാണ് നമ്മൾ? ചിറ്റാർ, നെട്ട, അവിടേക്കാണ് പോകുന്നത്. ചിറ്റാർ എന്ന് പറയുമ്പോൾ നമ്മളെ തമിഴ്നാട് ബോർഡറിൽ വരുന്ന, കേരള തമിഴ്നാട് ബോർഡറിൽ വരുന്ന സ്ഥലമാണ് ചിറ്റാർ. അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രകൃതി ഭംഗി അടിപൊളിയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് അവിടെ വേറെന്തോ സ്പെഷ്യൽ ഉണ്ട്. അതെന്താണ്? അവിടെ ഒരു നല്ലൊരു വയസ്സായ ഒരു അമ്മച്ചി നടത്തുന്ന ഒരു നല്ല കടയുണ്ട്. പുഴമീൻ മാത്രം കിട്ടുന്ന, നമുക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു കൊടുത്താൽ അത് നമുക്ക് ഫ്രൈയോ കറിയോ ഒക്കെ വെച്ച് തരുമെന്നാണ് കേട്ടിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇത് അവിടെ നിന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് ചിറ്റാറിൽ? എല്ലാം അവിടുത്തെ ഡാമിൽ നിന്ന് പിടിക്കുന്നത്, അവിടെ നിന്നുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഫ്രഷ് ആയിട്ടുള്ള മീൻ പിടിച്ചിട്ട് അത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന മീനെ സെലക്ട് ചെയ്ത് അതിനെ മസാല വരട്ടി നമുക്ക് പൊരിച്ചു തരും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ എന്റെ അനിയത്തിയുടെ മൂത്ത മകനാണ്. ഇവനെ നിങ്ങൾക്കൊക്കെ അറിയാം, ഹാരിസേ എങ്ങോട്ടാ പോണേ? ആ, അവന്റെ ഒരു പാട്ട് കേൾക്കാം, ഒരു പാട്ട് പാടിക്കേ. അടിപൊളിയാട്ടാ. ഏതാ? അടുത്ത അവിടെ പോയിട്ട് ലെഫ്റ്റ്. അടുത്ത് ഇനി ഉള്ളത് അനിയത്തിയുടെ ഇളയ മോൻ. മാസ്ക് മാറ്റിക്കേ. ഇവാള് അല്പം പ്രശ്നക്കാരനാണ്. ഒരു പാട്ട് പാട്. ചാലക്കുടിക്ക് പാട്. ചാലക്കുടി ചന്തയ്ക്ക് പോവുമ്പോ മാസ്ക് മാറ്റിട്ട് നല്ലപോലെ പാട്. ഒരു കൂടെ പാട്. പെണ്ണിന്റെ കൊട്ടയില് പിന്നെ എന്റെ വാപ്പ ഉണ്ട്. വാപ്പ എന്നെക്കാൾ വലിയ തള്ളാണ്. പിന്നെ ഉമ്മ. നമ്മൾ ചിറ്റാർ എത്തിയിട്ടുണ്ട്. ഇതാണ് ചിറ്റാർ. ഇടതുവശത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിറ്റാർ ഏകദേശം ഫുള്ളായിട്ട് തന്നെ കാണാം. ഇവിടെ 2-3 അണക്കെട്ടുകളുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പണല്ല, പോകാൻ സാധിക്കത്തില്ല. പിന്നെ വിഷമകരമായൊരു വാർത്തയുള്ളത്, അക്ഷയപാത്രം ഇന്ന് തുറന്നിട്ടില്ല, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഇന്ന് ഫൈസൽ എന്ന് പറയുന്ന മറ്റൊരു ഹോട്ടലിലേക്കാണ്. അതും അക്ഷയപാത്രത്തിന് തുല്യമായ ടേസ്റ്റുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. അവിടേക്ക് പോകാം. അഫ്സൽ എത്തിയില്ലേ? ഫൈസലിൽ നമുക്ക് ആദ്യം മീൻ ഫ്രൈ തന്നെ കാണാം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതുമ്മ രോഹുല്ലേ? രോഹുവാണ്. രോഹുവും മൃഗാലും ഉണ്ട്. 2 മീനാണെന്നുള്ള. ഇത് വന്നിട്ട് ചിറ്റാറിൽ മീൻ പിടിച്ചിട്ട് അതിനെ ലേലം വിളിച്ച് ലേലത്തിലെടുത്തിട്ട് ആണ് ഈ സംഭവം ഇവിടെ റെഡിയാക്കുന്നത്.
ഇത് രാവിലെ ഒരു 8 മണിക്ക്. ഇവിടെ ആർക്കും വന്നാലും ലേലത്തിൽ പങ്കുചേരാം. പക്ഷെ ഇപ്പം കുറച്ച് വില കൂടുതലാണ്. നേരത്തെ 120 ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് 190, 160, 190 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 190 റേറ്റ് വരുന്നത്. ഇത്രയും വിലയുണ്ട്. മീനൊക്കെ ഒരുപാട് കടകളിൽ കിട്ടത്തില്ലേ, പിന്നെ എന്താണ് ഈ കട ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ. അത് ഇതാണ്. എല്ലായിടത്തും ഗ്യാസിലും എല്ലാം വേവിക്കുമ്പോൾ ഈ വിറകടുപ്പിൽ പൊരിച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അത് തന്നെയാണ് പ്രത്യേകത. വിറകടുപ്പ് തന്നെയാണ് ഇവിടുത്തെ ഇത്രയും ടേസ്റ്റ് വരാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് തിരുവനന്തപുരത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ ഈ ഒരു കട തേടി വരുന്നത്. ഈ ഉമ്മ കേട്ടോ നടത്തുന്നത് ഇവിടെ. മീനെ എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എത്ര സമയം വേണം അത് മുരിയാനായിട്ട്? വിറകടുപ്പായുണ്ട് തീ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വേണം എന്നാണ് പറയുന്നത്. എത്രത്തോളം മുരിയോ അത്രത്തോളം ടേസ്റ്റാണ്. പിന്നെ ചിലർ മുരിയാതെയും കഴിക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ട്. ഇതുപോലെ നമ്മൾ വാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വാല്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതാണ് ചിറ്റാർ. തെളിഞ്ഞ ആകാശമുണ്ടെന്ന് നീണ്ടു കിടക്കുന്ന ഈ ഒരു നദിയും ചിറ്റാറും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ഭംഗി. ഇവിടെ ഒരു ഡാമുണ്ട്, പക്ഷേ ഇപ്പോൾ അവിടെ പെർമിഷൻ അല്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ചിറ്റാർ ഡാം 2 ഇവിടെ നമുക്ക് അലൗഡ് ആയിരുന്നു. നല്ലൊരു റോഡൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള നല്ല സ്ഥലമായിരുന്നു. പക്ഷേ നമുക്കൊന്ന് പോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഇറങ്ങി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് നിലവിൽ പ്ലാൻ. അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ചെക്കൻ കാപ്പു അങ്ങനെ സ്റ്റിക്കിൽ ചൂണ്ടിടുക. ഓ, ആളെ കിടിലമാണ്. എല്ലാം കൊത്തുന്നുണ്ടാണേ? കൊത്തുന്നില്ല, രണ്ടുപേരും ഉണ്ട്. ചൂണ്ടയുടെ റീല് പിടിക്കാനും എല്ലാം അറിയാം കേട്ടോ. മാറിയില്ല കാച്ചു. അയ്യോ, അത്യാവശ്യം ദൂരേക്ക് അവ എറിയുന്നുണ്ട്. എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കമൻറ്റിന് താഴെ വന്നിട്ട് നിങ്ങൾ പ്രകൃതി ഇല്ലാണ്ടാക്കി എന്നൊന്നും പറയരുത്. സോ നമ്മളെല്ലാം കവറിലാക്കി, വേസ്റ്റ് എല്ലാം കവറിലാക്കി എടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ കൊണ്ടുപോകും. ഡംപ് ചെയ്യേണ്ടിടത്തേ ഡംപ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഇത്രയും മനോഹരമായി ഈ സ്ഥലത്ത് നമ്മൾ തന്നെ ഡംപ് ചെയ്യത്തില്ല. നമ്മളെ പിള്ളേർ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അമ്മമാർ കഴിക്കാമെന്നില്ല, അമ്മമാർക്ക് ചൂണ്ടയിടണം. എല്ലാം കിട്ടിയാൽ എന്താണ് അമ്മമാരുടെ കണ്ടീഷൻ എന്ന് നോക്കാം. എന്താണ്ടേ മീനെല്ലാം കൊത്തുന്നുണ്ടോ? അവൻ നന്നായിട്ട് സ്റ്റിക്കൊക്കെ ഉപയോഗിക്കും കേട്ടോ. അവന് പ്രായം 7 ആയിട്ടുള്ളൂവെങ്കിലും അവൻ സ്റ്റിക്ക് നന്നായിട്ട് മറ്റേ മോഡേൺ സ്റ്റിക്ക് ഉപയോഗിക്കും. മക്കളെ ആ സ്റ്റിക്ക് എറിയണമെന്ന് കാണിക്കും. ഇതൊരു പ്രൊഫഷണലിൻ്റെ പോലെയല്ലേ അവൻ സ്റ്റിക്കിനെ ചുറ്റും വേണ്ട. എന്തായിട്ടിരിക്കുന്നത്? ഇത് ഫ്രോഗാണോ? ഇത് വാഗയൊക്കെ കിട്ടും അല്ലേ? ഫ്രോഗായിട്ടിരിക്കുന്നത്. നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. അവൻ്റെ എറി എങ്ങനെ നോക്കാം. അവൻ റിലീസ് ചെയ്തു. അവൻ കറക്റ്റാണ് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇളയവന് നിനക്ക് തരാം. ഓ, അവൻ നന്ന അത്യാവശ്യം ദൂരത്തിൽ എറിഞ്ഞിട്ടുണ്ട്. വലിച്ചു നോക്ക്. ഇളയവൻ അറിയത്തില്ല ഇത് അറിയാൻ, പക്ഷേ ഇളയവൻ കിടന്ന് കരയാണ്. മക്കളെ നിനക്ക് എറിയണോ? അവൻ തരുന്നില്ല നിനക്ക്. ഇവന് തരുന്നില്ലെന്നാണ് പരാതി. അവനൊന്ന് കൊടുത്തേ. അവന് എറിയാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് അവൻ്റെ കൊടുത്തേ. അവൻ എറിഞ്ഞോട്ടെ. അവൻ റിലീസ് ചെയ്ത് തരും. ഇവന് റിലീസ് ചെയ്യാൻ അറിയത്തില്ല പാവത്തിന്.
എന്നിട്ട് ബാക്കിൽ കമ്പുണ്ടേ നോക്കി എറിയാം എവിടെ എറിയും പോവോ ഇല്ലേ നമുക്കാണ്. അയ്യയ്യേ പോയില്ല. കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ നീ അടുത്തെറിയോ കറക്റ്റായിട്ട്. ചേട്ടൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? നന്നായിട്ട്. ഓ കുറച്ച് ദൂരം ആണെങ്കിൽ എറിഞ്ഞ അവൻ്റെ മുഖത്ത് സന്തോഷം നോക്കിയാൽ നോക്കുമ്പോൾ വലിക്കണ്ട ഇന്ന് ഇതാണ് അവന്മാരുടെ സന്തോഷം. എറിയുമ്പോൾ ഒരു മീൻ വല്ലതും കിട്ടിയാൽ ആലോചിച്ച് നോക്കിയേ. അയ്യേ ഇവിടെ വീണുള്ളൂ. കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തൃപ്പരപ്പിലേക്കാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഇതിൽ ചെയ്യുന്നില്ല. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വ്യത്യസ്തമായ സ്ഥലവും വ്യത്യസ്തമായ ഫുഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തും. ഇത് നിങ്ങളുടെ സ്വന്തം ഷാഹിർ കബീർ. വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.